ഹായ് ഓൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇന്ന് കല്യാണ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷത്തിൻ്റെ കൂടെ നമുക്ക് പങ്കെടുക്കണ്ടേ? അതിനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പുറത്തൊന്നും അല്ലായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം അകത്ത് വെച്ചായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബ്രൈഡ് ടു ബി ആണ്. അതിനായിട്ട് എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പഴയ കഥകളും കോമഡിയും കാര്യങ്ങളും തമാശകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ആഘോഷം വലുതായിത്തീരും. അങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം ചിരിയും കളിയൊക്കെ ആയിട്ട് ഇനി നമുക്ക് വേണ്ടത് കേക്ക് സെറ്റിങ്ങും വൈൻ സെറ്റിങ്ങും ഇതൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞു. അവസാനം നമ്മുടെ ഫോട്ടോ എടുപ്പ്, കേക്ക് കട്ടിങ് ഇതെല്ലാം വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ബ്രൈഡ് ടു ബി ആണ് കഴിഞ്ഞു പോയത്. അതിനുശേഷം നമുക്ക് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെയും നമ്മുടെ കുറച്ച് കാര്യങ്ങളും തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വൈനൊക്കെ വിതരണം ചെയ്ത് അങ്കിൾ എല്ലാവർക്കും വായിലൊക്കെ ഒഴിച്ച് അച്ഛൻ്റെ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോകണമായിരുന്നു. കാരണം നമുക്ക് നാളെ കല്യാണത്തിന് വരാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ചെയ്ത് തീർക്കാനുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അതുമല്ല ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പായി. നമ്മൾ നേരെ പോയത് കുഴിമന്തി കഴിക്കാനാണ്. സഹാറ അൽമന്തി എന്ന് പറയുന്ന കുഴിമന്തി മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു നമ്മൾ പോയത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയിലാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാ സ്പെഷ്യൽ കുഴിമന്തിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിലേക്ക് വരുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അവർക്ക് റിവ്യൂ കൊടുത്തൂടെ. അങ്ങനെ ഞങ്ങളും അവിടെ കയറിയതിന് ശേഷം മെനു കാർഡൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ റെഗുലറായിട്ട് പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഫുഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് പോകുന്ന ഫുഡ് ഏതാണ് ആ ഹോട്ടലിലെന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അധികവും ഫുഡിന് ഓർഡർ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ടേസ്റ്റാ അതിന് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ നല്ല ഫുഡുമായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ കുഴിമന്തി കഴിക്കാത്തതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ ബായ്.